കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ പഴയകാലത്തെ ആ ഓൾഡ് ഫാഷൻ അമ്മായിമ്മമാരുടെ കുത്തുവാക്കുകളും ഇപ്പോഴും മകൻ കല്യാണം കഴിച്ചിട്ട് 15 or 20 കൊല്ലമായോ പെണ്ണുങ്ങള് എല്ലാ സുന്നത്ത് നോമ്പും എടുക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാ സുന്നത്ത് നിസ്കാരം എടുക്കുന്ന പെണ്ണുങ്ങള്, ദുഹ നിസ്കരിക്കും, അവര് ഖിയാമുൽ ലൈലുണ്ട്, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കും. എന്നാൽ നാവിന് ലൈസൻസ് ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ട്. ഭർത്താക്കന്മാരോട് എപ്പോഴും ചൂടാവുന്നവര്, മക്കളോട് ദേഷ്യം, മകന്റെ ഭാര്യയോട് ദേഷ്യം, കൂട്ടുകാരോട് ഉമ്മയാണെങ്കിലോ മുസല്ലയിൽ എഴുന്നേൽക്കൂല. ഇങ്ങനത്തെ ഉമ്മമാരും നാട്ടിലുണ്ട്. ഇത് വല്ലാത്ത ഷർറുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, ആ നിസ്കാരമൊക്കെ കിട്ടിയതിന്റെ കൂട്ടത്തിൽ അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, പെരുമാറ്റമാണ്. അതുകൂടെ മനസ്സിലാക്കണം. നിസ്കാരം മാത്രമല്ല, ദീൻ എന്ന് പറയുന്നത് സുന്നത്ത് നോമ്പും നമ്മുടെ ഉംറയും ഹജ്ജും നമ്മുടെ സകാത്തോ നമ്മുടെ ഫർദോ സുന്നത്തോ നിസ്കാരം മാത്രമല്ല. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റമാണ്, സ്വഭാവമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടർ ബിൽഡിംഗ്. ഇസ്ലാം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, സ്വഭാവ ഗുണമാണ്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മാനേഴ്സ്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഡീലിംഗ്സ്, നമ്മൾ എങ്ങനെ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നു, ഇതാണ് ഒരു വിശ്വാസിയാക്കുന്നത്. നമ്മുടെ നിസ്കാരപ്പായ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റം, അതാണ് ദീൻ. ആ പെരുമാറ്റം, അതാണ് ദീനെന്ന്. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റം തന്നെയാണ്, സ്വഭാവം തന്നെ എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. ആ സ്വഭാവം നമ്മൾ നമ്മുടെ വീട്ടുകാരോട് കാണിക്കണം, നമ്മുടെ ഭാര്യയോട് കാണിക്കണം, നമ്മുടെ ബന്ധുക്കളോട് കാണിക്കണം, മക്കളോട് കാണിക്കണം. നമ്മുടെ സഹോദരിമാർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ പഴയകാലത്തെ ആ ഓൾഡ് ഫാഷൻ അമ്മായിമ്മമാരുടെ കുത്തുവാക്കുകളും ഇപ്പോഴും മകൻ കല്യാണം കഴിച്ചിട്ട് 15 or 20 കൊല്ലമായാലും, നീ വേറെ വീട്ടുകാരിയല്ല പെണ്ണെ, നിന്റെ വീട്ടുകാർ അങ്ങനെയല്ലേ, നിന്റെ വാപ്പ അങ്ങനെയല്ലേ, നിന്റെ ഉമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ആ വീടിന്റെ ഭാഗമാക്കാൻ ഇപ്പോഴും കഴിയാത്ത ഉമ്മമാര് അവരോർക്കുന്നുണ്ടോ? അവരുടെ സ്വന്തം പെൺമക്കൾ എത്രയോ വീടുകളിൽ ആ വീട്ടിലെ മക്കളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ തന്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴേക്കും അവരോട് ദേഷ്യം, വൈരാഗ്യം, വെറുപ്പ്, മരണം വരെ ഇത് എന്റെ മോളാണ് എന്ന്. കുടുംബ ബന്ധത്തെ പോലെ തന്നെ, രക്തബന്ധം പോലെ തൊട്ടാൽ മുറിയാത്ത ബന്ധമാണ് അമ്മോഷനും അമ്മായിമ്മയുമായിട്ട് ഉണ്ടാകുന്ന ബന്ധം. എന്നിട്ട് പോലും സ്വഭാവം നന്നാക്കാതെ മുഴുസമയവും വെറുപ്പിന്റെ വർത്തമാനം പറയുന്ന ഉമ്മമാരും ആ സ്വഭാവമുള്ള ഉപ്പമാരും സഹോദരങ്ങളും സഹോദരിമാരും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നേരമായിട്ടുണ്ട്. നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഇസ്ലാം നിങ്ങളുടെ നിസ്കാര കുപ്പായം മാറ്റുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റമാണ്. ഓരോ മനുഷ്യനോടുമുള്ള പെരുമാറ്റം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്.